എന്താണ് മരണം, എന്താണ് മോക്ഷം, അതല്ലേ അറിയേണ്ടത്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് എന്താണ്? മരണമാണ്. പലർക്കും മരിക്കാൻ പേടിയാണ്, മരിക്കാൻ ഭയമുള്ളവരാണ് കൂടുതൽ. മരണത്തോട് അടുക്കുമ്പോൾ പറയും എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് പറയും. മരണം അടുത്തെത്തി എന്ന് ഡോക്ടർമാർ പറയുകയാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കണ്ട് സ്വയം മനസ്സിലാക്കുകയാണ്, ഞാൻ അധികം കാലമില്ല, അപ്പോഴും കണ്ണിക്കൂടെ കണ്ണീര് വരും. അപ്പം മരിക്കാൻ ഭയമുണ്ട്. അപ്പോൾ ഈ മരണം സംഭവിക്കുന്നതിന് കാരണം എന്താണ്? 4 അവസ്ഥയാണ്. അതായത് ഒരു വ്യക്തി ഇങ്ങോട്ടേക്ക് ജനിച്ചിരിക്കുന്ന അവൻ്റെ ശരീരം വേർപെടുന്നതിന് തൊട്ട് മുമ്പുള്ള ആ 4 അവസ്ഥ, ആ 4 അവസ്ഥ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. അതായത് മരിക്കുന്നതിന് 4 കാര്യങ്ങൾ വരാം. ഒന്ന്, അശ്രദ്ധ എന്ന് പറയും. അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനം വരുന്ന കണ്ടില്ല, എന്നെ വാഹനം ഇടിച്ചു, ഞാനിപ്പോൾ മരണപ്പെട്ടേനെ, ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കണ്ണില്ലയോ? കണ്ണുണ്ടായിട്ടും കണ്ടില്ലെങ്കിൽ എന്താണ് അതിന് കാരണം? അതായത് നമ്മുടെ കണ്ണുകളിലൂടെ വെളിയിലേക്ക് പോയിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലാണ് നമ്മൾ തലച്ചോറിനെ ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ഇന്ന കാര്യമാണ് മുന്നിലേക്ക് വരുന്നത്, അതിൻ്റെ വേഗത ഇന്നതാണ്, അത് ഇന്ന വേഗതത്തിലാണ്, അതുകൊണ്ട് എനിക്ക് ക്രോസ് ചെയ്യാൻ കഴിയില്ല എന്ന് തലച്ചോറാണ് തീരുമാനിക്കുക. പക്ഷെ എന്തുകൊണ്ട് തലച്ചോറിന് ആ സജഷൻ കിട്ടുന്നില്ല? റോഡ് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയില്ല. നിങ്ങളുടെ ചിന്ത ആ സമയം വാഹനത്തിലല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ബോധം നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് കുരുങ്ങിയിരിക്കുന്ന ഒരു വസ്തുതയിലാണ്. ഒന്നീട് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും നൈരാശ്യമാകാം. ഇത് അശ്രദ്ധയ്ക്ക് കാരണമാകും. ഇതിനെ കർമ്മം എന്ന് പറയും. നിങ്ങളുടെ ഫാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ടയാണവ. നിങ്ങളുടെ ഫാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അന്തർലീനമായിരിക്കുന്ന ആ വാസന ഓരോ വ്യക്തിയിൽ കുടുങ്ങുകയാണ് ഈ ജന്മത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ നിരാശയാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് ചിന്തകളുണ്ടാക്കി നിങ്ങളുടെ സൂക്ഷ്മമായ മൈൻഡിൽ നിന്നും മാറി സഞ്ചരിക്കും. അപ്പോൾ നിങ്ങളുടെ ബോധം എവിടെയാണ് ഇരിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ വരുന്ന വാഹനത്തെ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, പക്ഷേ ബ്രെയിൻ തിരിച്ചറിഞ്ഞില്ല. ഇത് ഒരു കാരണം, അതും കർമ്മമാണ്. ഇനി അടുത്തതാണ് നിരാശ. അതായത് ഇപ്പോൾ പേരുദോഷം കേൾക്കുമ്പോൾ ശരീരത്തിന് ഹാനി, ഈ ശരീരം കൊണ്ട് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ നടക്കും, വലിയ വീട് വെച്ച് കടക്കാരനായി പണം കൊടുക്കാൻ കഴിയാത്ത ഞാൻ അവന് മുമ്പിൽ എങ്ങനെ നിൽക്കും, ഈ ശരീരം കൊണ്ട്, അതും ശരീരബോധവാ, എങ്ങനെ കഴിയും, എനിക്ക് എങ്ങനെ കടം തീർക്കാൻ കഴിയും, എനിക്കിനി ജീവിക്കണ്ട, എൻ്റെ ജീവിതം തീർന്നു. അത് ബോധമില്ലായ്മയാണ്. ആ ബോധമില്ലായ്മയിൽ അവൻ്റെ ശരീരത്തെ ഹനിച്ചു കളയും. അത് 2ാമത്തെ മരണം. അടുത്ത 3ാമത്തതോ വാർദ്ധക്യം. തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ മുന്നോട്ട് പോകവേ തൻ്റെ ശരീരം ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. പക്ഷെ ക്ഷയിക്കുന്നത് ഏതാണ്? ക്ഷയത്രാണ. അതിനെ സംരക്ഷിക്കാൻ പറ്റുന്ന എവിടെയാണ്? ക്ഷേത്രം. അതാണ് കൊടുത്തേക്കുന്നത്. അത് ശരീരമാണ് ക്ഷയിക്കുന്നത്, ആത്മീയത്തെ ഒരിക്കലും ക്ഷയിക്കുന്നില്ല. ആത്മീയത്തെ നശിപ്പിക്കാനേ സാധിക്കത്തില്ല. ക്ഷയിക്കുന്ന ശരീരമാണ്. ഉള്ളിൽ ചെറുപ്പമാണ്, പക്ഷെ പ്രായാധികം ആയിപ്പോയെന്ന് കേട്ടിട്ടില്ലേ? ഉള്ളുകൊണ്ട് ചെറുപ്പമാണ്, പക്ഷെ ശരീരമില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തിയാവാതിരുന്ന വ്യക്തി, ആ വ്യക്തിക്ക് തൻ്റെ ബോധത്തിന് തിരിച്ചറിവുണ്ടാവുകയാണ്, ഈ ശരീരം കൊണ്ട് ഇനി തൻ്റെ ആഗ്രഹം നേടാൻ കഴിയില്ല എന്ന് ഉണ്ടാവുമ്പോൾ, രോഗമില്ലാതെ തനിയെ മരിക്കുന്ന ആൾക്കാരാണ് സ്വയം മരിക്കുക എന്ന് പറയാം. അത് ഈ നിപ്പി മരിച്ചു പോയി, അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടില്ലേ? ആ വ്യക്തികളാണ്. അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് കിടന്ന കിടപ്പിലങ്ങ് ജീവൻ പോയി. ആ ബോധത്തിന് ഇനിയും കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് കൂട്ടാൻ ആ ശരീരത്തിൽ കഴിയാതെ വരുമ്പോൾ, ബോധം തിരിച്ചറിവെന്ന അർത്ഥം, ആ ബോധം അതിൽ നിന്ന് പോവും, പുനർജനിക്കും. അടുത്തതോ രോഗം കൊണ്ടുള്ള മരണം. സഞ്ചിത കർമ്മങ്ങളിലൊന്ന് കർമ്മം. അതായത് ജന്മജന്മാർജിതം പാപം വ്യാധിരൂപേണ ചായത് രോഗമായി ഭവിച്ചു. കർമ്മഫലമാണ് ആ രോഗം. വാതം വിത്തം കഫമായിട്ട് വരും. ആ രോഗം കൊണ്ട് ശരീരം അധികകാലം നിന്നില്ല. ഇതെല്ലാം കർമ്മമാണ്. സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൂടുതലും. അപ്പോൾ കർമ്മഫലം നമുക്ക് ഏതെല്ലാം രീതിയിൽ വരുമെന്നുള്ളത് മനസ്സിലാക്കണം. മരണം എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് മോക്ഷം? മോക്ഷം മുക്തിയാണ്. മുക്തി എന്താണ്? മരണമില്ലാത്ത അവസ്ഥ. അപ്പോൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്താണ് മരണമില്ലാത്ത അവസ്ഥ? പൂർണ്ണമായും ശരീരത്തിൽ നിന്നും ആത്മീയാംശം സ്വയം വേർപെടുത്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ മോക്ഷം ഉണ്ടാവൂ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നീ മരിച്ചാൽ മോക്ഷപ്പെടും. എങ്ങനെയാണ് മോക്ഷപ്പെടുക? മുക്തി, അതായത് അഷ്ടാംഗ യോഗത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് മോക്ഷപ്പെടാൻ കഴിയില്ല. അത് പഠിച്ചു വെച്ചോളൂ. ഞാനും എല്ലാവരും നിങ്ങളെയൊക്കെ പോലെ ഈ പറഞ്ഞ പൂജയും ഒക്കെ ചെയ്ത് പൂജാരിയും തന്ത്രിയൊക്കെ ആയി തന്നെ വന്ന ഒരാളാണ്. അഷ്ടാംഗ യോഗത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് മോക്ഷമില്ല. അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ലാസ്റ്റാണ്.
അപ്പോൾ എത്ര ഘടകം, 7 ഘടകങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമാധിയാകുന്നുള്ളൂ. അതായത് 7ാമത്തെ അവസ്ഥയാണ് മോക്ഷം. അഷ്ടാംഗ യോഗത്തിലൂടെ പോകണം, അതായത് യോഗവിദ്യ ചെയ്യണം. യോഗവിദ്യ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മോക്ഷം ഉണ്ടാവൂ. സമാധിയാണ് മോക്ഷം, സമാധിയാവുകയുള്ളൂ. അതിനിപ്പുറം നടക്കുന്നതാണ് മരണം. അതായത് എല്ലാ പ്രാണനിൽ ലയിച്ച് ദശപ്രാണനായി മാറി, ബോധം പ്രാണനായി മാറി യോഗം ചെയ്ത് പിണ്ടാണ്ടമായ നാം ബ്രഹ്മാണ്ടമായി യോഗം ചെയ്ത് താൽക്കാലിക സമാധിയിൽ പോകുന്നൊരു വ്യക്തിക്കാണ് പൂർണ്ണ സമാധി ഉണ്ടാവുക. അതാണ് മോക്ഷം. ശരീരത്തിന് പൂർണ്ണമായി വേർപെട്ടു പോകും. ശരീരത്തിൽ ജീവൻ്റെ അംശം ഉണ്ടാവില്ല. ആ ശരീരത്തിൽ പുതിയ ജീവൻ ജനിക്കത്തതുമില്ല. അതായത് പുഴുവാവുന്ന ജീവനാണ്. ശരീരം അഴുകുന്ന പ്രോസസ്സിങ് നിങ്ങളുടെ ഉള്ളിൽ ശരീരത്തിൻ്റെ ജീവൻ്റെ അംശം കുടികൊള്ളുന്നു എന്നാണ്. അത് അഴുകൽ പ്രോസസ്സിങ് കൊണ്ടോ പുതിയൊരു പുഴുവായി ജനിക്കും. പുഴുവായി ജനിച്ചാൽ അത് വീണ്ടും നശിക്കും. അപ്പോൾ സമാധിയാകുന്ന വ്യക്തിയുടെ ശരീരത്തിൽ പ്രാണൻ്റെ അംശം ഉണ്ടാവില്ല. അത് പൂർണ്ണമായി യോഗം ചെയ്തു പോകും. അപ്പോൾ ആ ശരീരം അഴുകില്ല. അതാണ് മോക്ഷം.